പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച കേസിലാണ് അറസ്റ്റ്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് മുൻപ് ഹാജരാകാനാണ് നിർദ്ദേശം. വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്തൊക്കെയാണ് നിയമപരമായ നടപടികൾ? നികേഷ്, ഇതിൽ പുതിയ അന്വേഷണ സംഘം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗോപാലിന്റെ സുഹൃത്തായിട്ടുള്ള രാജേഷിനെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുക്കുകയും രാജേഷിനെ ചോദ്യം ചെയ്ത ശേഷം രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. രാജേഷാണ് രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് ടിക്കറ്റ് എടുക്കുകയും അവിടെ വെച്ച് സിംഗപ്പൂരിൽ നിന്ന് ജർമ്മനിയിലേക്ക് കടന്നുവെന്നാണ് രാജേഷിന്റെ മൊഴിയിലുള്ളത്. ഏതായാലും ഈ രാഹുൽ ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന കുറ്റത്തിലാണ് ഇപ്പോൾ രാജേഷിനെ പ്രതി ചേർക്കുകയും അതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. രാജേഷിനെ കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ നടപടി പ്രകാരം ഒന്നുകിൽ റിമാൻഡിലായിരിക്കും, അല്ലെങ്കിൽ കോടതി ജാമ്യം നൽകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ഒരു മൊഴിയുണ്ട്. കാരണം ഈ രാജേഷ് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സമയത്ത് വീട്ടിൽ സുഹൃത്ത് രാജേഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു മൊഴി. ആ കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മർദ്ദനത്തിലും എന്തെങ്കിലും പങ്ക് രാഹുലിനുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഈ പ്രതിയായ രാഹുൽ ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നടപടിക്രമം, ഈ പ്രതിയായ രാഹുൽ ഗോപാലിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് 5 മണിക്ക് മുമ്പ് ഫറോക്ക് ACP മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന കുറ്റത്തിനാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ കുറ്റത്തിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ പ്രതി ചേർത്തും അറസ്റ്റ് ചെയ്താൽ പോലും അത് ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റുന്ന കുറ്റമാണ്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ വധശ്രമം പോലുള്ള കുറ്റങ്ങളിൽ ഇവർക്ക് പങ്കില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന കുറ്റത്തിന് മാത്രമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരെ പ്രതി ചേർക്കുകയും ചെയ്യുക. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.